ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നാണെങ്കിൽ ടൈറ്റിൽ കണ്ടതുപോലെ എൻ്റെ സോളോ ട്രിപ്പാണ്, ഇന്റർനാഷണൽ സോളോ ട്രിപ്പാണ്. ഡേ ആഫ്റ്റർ ടുമാറോ ഞാൻ പോവാണ്. അപ്പം അതിനു മുമ്പ് എൻ്റെ കസിൻ ബെന്ന് വന്നിട്ടുണ്ട്. ബെന്ന് എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ടൊക്കെയാണ് വന്നത്. അവനാണെങ്കിൽ എനിക്ക് പൂമയുടെ ബാഗൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് അവൻ വന്നേക്കുന്നത്. അപ്പം ഈ ഒരു വ്ളോഗ് എന്ന് പറയുമ്പം ചിലപ്പം നിങ്ങൾക്കൊക്കെ നല്ല രസം ഉണ്ടായിരിക്കും, എനിക്ക് നല്ല രസം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്റെ ഒരു 2 ദിവസത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒന്നുമില്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇന്ന് തൊട്ടങ്ങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇനിയും ഫുള്ള് കണ്ടോളൂ. അപ്പൊ എവിടേക്കാന്നുള്ള ട്രിപ്പ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ എങ്ങോട്ടാണ് എൻ്റെ മൈ ഫസ്റ്റ് എന്താ പറയാനാ ഇന്റർനാഷണൽ ട്രിപ്പ്, അതായത് സോളോ ട്രിപ്പാണിത്. അപ്പം അത് ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇവിടുന്ന് തൊട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു എയർപോർട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നിങ്ങൾക്ക് നമുക്കൊരാളുടെ പോകുന്നതിന്റെ തലേദിവസമൊക്കെ കാണാൻ നിങ്ങൾക്കും രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത് ഇത് എടുക്കാന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഇന്ന് ബുധൻ വൈകിട്ടാണ് ഞാൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. നാളെ വ്യാഴം, വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഇവിടുന്ന് ചാച്ചാ ബൈ ബൈ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാം കണ്ടോളൂ, എന്റെ കൂടെ വായോ. കുറെ നാളായല്ലേ ഞാൻ ഇങ്ങനത്തെ ഒരു വ്ളോഗും വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഷോർട്സ് മാത്രം ഇട്ട് പോകാന്ന് വിചാരിച്ചു. അതാണ് ഷോർട്സ് ഒക്കെ ഇട്ടോണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഷോർട്സ് ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഇപ്പൊ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. ഒരു നീണ്ട വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറെ നാളെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ ഒരു പുതിയൊരു ഇനിയും കുറെ നാള് വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളും കൂടെ വായോ, നമുക്ക് എന്തൊക്കെയാന്ന് കാണാം. അല്ല, ഞാൻ തിരുവല്ല വിളിച്ചു വന്ന് തോന്നുന്നു. വാങ്ങണം. പിന്നെ സ്നേഹം അഞ്ചേരയുടെ ഓൾറെഡി തിരിച്ചു വിട്ടായിരുന്നു. ഇതിന് റീൽ എടുക്കട്ടോ. റീലാ അപ്പു ഇതാ കടന്നു. ഇപ്പൊ ഇത്രയും നേരം പാക്കിംഗ് ആയിരുന്നു. നടുനായി വിളിച്ചിട്ട് അവര് പേടിയില്ലല്ലോ, പിള്ളേരുടെ കൂടെ ഇല്ലയോ. ഞാൻ പർച്ചേസിങ് വീഡിയോ ഒക്കെ റീൽസായിട്ട് ഇട്ടത് കൊണ്ടാണ് ഈ ഒരു വ്ളോഗിൽ നമ്മൾ അതൊന്നും ആഡ് ചെയ്യാതെ ജസ്റ്റ് എല്ലാവരും വരുന്നതും അതുപോലെ തന്നെ ഓരോരുത്തരൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നത് എനിക്ക് ഇടാൻ പറ്റാതെ കുറച്ചൊക്കെ പറ്റുള്ളൂ. വരുന്നതൊക്കെ നമുക്ക് ആ ടൈമിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കാണെങ്കിൽ ആ പോകുന്ന ദിവസം തന്നെ രാവിലെ എനിക്കൊന്ന് പെഡിക്യൂർ ചെയ്യണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഹെയർ കട്ടും ഒരു 2-3 സ്ട്രീക്ക് ഹെയർ കളറൊന്ന് ഹൈലൈറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനാണെങ്കിൽ പന്തളത്തുള്ള മിയാബെല്ലയിൽ പോയായിരുന്നു. അപ്പം പെഡിക്യൂർ ചെയ്തു. സ്പാ പെഡിക്യൂറാണ് ചെയ്യുന്നത്. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ എനിക്ക് ആണെങ്കിൽ ഉപ്പൂറ്റിയിലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിലാക്സായി എനിക്ക് കിട്ടി. കാരണം ഇനിയും യാത്രയൊക്കെ ചെയ്യാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു റിലാക്സിന് വേണ്ടി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ അവരാണെങ്കിൽ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കാരണം ഞാൻ രാവിലെ പോയതാണ്. ഉച്ച കഴിയുമ്പോൾ എനിക്ക് പോകണം, എയർപോർട്ടിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ പെട്ടെന്ന് പോയി എല്ലാം സെറ്റ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ ആ 2-3 സ്ട്രീക്ക് മാത്രമേ ഞാൻ ഹെയർ ആണെങ്കിൽ ഹൈലൈറ്റ് ചെയ്തുള്ളൂ. മിയാബെല്ലയിൽ നിന്നാണ് ചെയ്തത്. നല്ല അടിപൊളി ഒരു സലൂണ് ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തതാണ്, പന്തളത്ത് തന്നെ ഉള്ളത്. അങ്ങനെ മുടിയും കുറച്ച് വെട്ടി കേട്ടോ. എൻ്റെ മുടിയാണെങ്കിൽ പെട്ടെന്നാണ് വളരുന്നത്. അപ്പോൾ നീളം വെക്കും, പക്ഷെ ഉള്ളു വെക്കില്ല. അപ്പോൾ നീളം വെക്കുന്നതുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഉള്ളെങ്കിലും കുറച്ച് വേണ്ടേ. അപ്പം അത് സെറ്റ് ചെയ്ത് തന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതൊക്കെ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് പിന്നെയും പോയി ഇവർ സെറ്റ് ചെയ്ത് തന്നത്. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ടാണ് അവർ, നല്ല സർവീസായിരുന്നു. കാരണം പെട്ടെന്ന് അവർ എല്ലാം എനിക്ക് ചെയ്ത് തന്നു. അതുകൊണ്ട് അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനിയും പാക്കിങ് കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ പ്രഹസനമാണ്. മുടി വെട്ടി കഴിഞ്ഞപ്പം കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ.
എനിക്ക് നല്ലപോലെ ചേരുന്നുണ്ട്. ഓൾറെഡി എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്, ഈ ഹെയർ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അപ്പച്ചനാണെങ്കിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങി, എല്ലാവരുമൊക്കെ വന്നു. കുറച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ, കാരണം എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ ഒരു വിറയലൊക്കെ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് എന്നെ ബായ് പറയുന്നതൊന്നും എനിക്കാണെങ്കിൽ എടുക്കാനൊന്നും പറ്റിയില്ല. എനിക്ക് എന്തോ പറ്റുന്നില്ലായിരുന്നു ഇവിടുന്ന് പോകുന്നതിന്. ഇന്ന് വരുമെന്നൊന്നും അറിയാതെ പോകുന്നതല്ലേ. അപ്പം എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതുകൊണ്ട് ഒരു വർഷമൊക്കെ ചിലപ്പം ജോബിൻ്റെ കാര്യമില്ലേ, വിസയൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും ഒരു വർഷമൊക്കെ കഴിയും. അങ്ങനെ നമ്മളാണെങ്കിൽ എയർപോർട്ടിലെത്തിയിട്ടാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പിന്നെയും ഫുഡൊക്കെ തട്ടിയടിപൊളി മന്തിയൊക്കെ കഴിച്ചു. എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടപ്പെട്ട എൻ്റെ ചക്കരയാണെങ്കിൽ ആ ഡെഡിക്കേഷനാണ്. ചക്കരയുടെ കണ്ണിലാണെങ്കിൽ ചെറിയൊരിത് അതും കെട്ടിക്കൊണ്ടാണ് ചക്കര എൻ്റെ അടുത്തോട്ട് വന്നത്. അവിടെ ചെന്ന് നമ്മൾ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ 32 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ബാഗിലാക്കി ഇങ്ങോട്ടാക്കി. എൻ്റെ മോന് ഒരു പെട്ടിയാണെങ്കിൽ ഫുൾ റാപ്പ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്, ഒരു പെട്ടി ഞാൻ റാപ്പ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ റാപ്പെല്ലാം ചെയ്തത്. അപ്പം കാരണം അങ്ങോട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ. അങ്ങനെ ഞാനാണെങ്കിൽ എല്ലായിടത്തും ബൈ പറഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി. അതൊന്നും എടുക്കാനുള്ള പറ്റിയില്ല. അങ്ങനെ ആദ്യം തന്നെ ആണെങ്കിൽ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ കൊച്ചി ടു ഷാർജ, ദുബായിക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളാണെങ്കിൽ ലഗേജ് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷനിൽ വന്നു. ഇമിഗ്രേഷനിൽ അധികം എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഗേറ്റ് നമ്പറിൽ പോയിട്ട് ഇരിക്കുമായിരുന്നു. നമുക്ക് താഴെയായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മുമ്പ് എന്തോ ചെയ്തു, കുറേ ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള ഷോപ്പിലൊക്കെ കയറിയിട്ടാണെങ്കിൽ നൈസായിട്ടാണെങ്കിൽ സ്പ്രേ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇരുന്നങ്ങ് അടിക്കലായിരുന്നു പരിപാടി. കാരണം കുറേ ടെസ്റ്ററൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇരുന്നടിച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെയൊക്കെ ഓരോന്നിനൊക്കെ എന്നാ റേറ്റ്. നമ്മൾ ചുമ്മാ വന്ന് ചായക്കാണെങ്കിലും കോഫിയൊക്കെ നോക്കിയപ്പോഴത്തേക്കൊക്കെ 450 രൂപയൊക്കെ. അതിലും ഭേദം പച്ചവെള്ളം കുടിക്കുന്നത് തന്നെയല്ലേ. അങ്ങനെ നമ്മളാണെങ്കിൽ പിന്നെ ഒരു കട കണ്ടു, എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബ്ലൂ മൊജൂറ്റയും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. കൂടാണെങ്കിൽ എൻ്റെ ഒരു കസിൻ ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനാണെങ്കിൽ അച്ഛനും എൻ്റെ സെയിം ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു. അങ്ങനെ 350 രൂപയാണ്. 350 രൂപ ഒരു ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു. അതിന് വില കുറവാണെന്ന് തോന്നുന്നു. 270 രൂപയേ ഉള്ളൂ. ബാക്കിയൊക്കെ മുടിഞ്ഞ റേറ്റ്. ഒരു കോഫിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും കണ്ണ് തള്ളി, ഒന്നും വാങ്ങിക്കില്ല. പിന്നെ വിശന്നുകൊണ്ട് മാത്രം കുടിക്കുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ബാക്കി വന്ന ഫ്രഞ്ച് ഫ്രൈസും പാഴ്സലാക്കിയിട്ടാണെങ്കിൽ പ്ലെയിനിൽ ഇരുന്ന് കഴിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഗേറ്റിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നമ്മളെ ആണെങ്കിൽ വിളിച്ചു. ഞാനാണെങ്കിൽ ഓൺലൈൻ ചെക്കിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഇത് എടുത്തിട്ടുണ്ടായിരുന്ന കാരണത്താൽ നമ്മളെ പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് ലഗേജും തരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ടായിരുന്നു നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത്. അങ്ങനെയാണെങ്കിൽ ബസ്സിൽ കയറി അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഫോർത്ത് റോയിൽ തന്നെയാണ് കിട്ടിയത്, വിൻഡോ സീറ്റ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പം പകുതിയായി എണീറ്റ് അങ്ങനെയായിരുന്നു, കാണാനൊന്നും പറ്റുന്നില്ലായിരുന്നു. എത്തിക്കഴിയാറായപ്പോഴത്തേക്കും കുറച്ച് നമ്മൾ ലൈറ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി ഷാർജ എത്തി. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ എത്തി. കുറേ ഫ്ലൈറ്റുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എത്തിയൊരു ഫീൽ എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലഗേജ് ഓൾറെഡി നേരത്തെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ലഗേജിന് വേണ്ടി ഓരോരുത്തർ വെയിറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചേട്ടൻ്റെ ലഗേജിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. എൻ്റെ എല്ലാം നേരത്തെ ഞാൻ ആ എക്സ്പ്രസ് ചെയ്തതുകൊണ്ട് എൻ്റെ നേരത്തെ വന്ന് എൻ്റെ എല്ലാം സെറ്റിലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവസാനം കറങ്ങി ചേട്ടൻ്റെ ലഗേജും സാധനങ്ങളൊക്കെ ചേട്ടനെ കിട്ടി. ഞാൻ അതാ ടാഗാണ് കാണിച്ചത്, എക്സ്പ്രസിൻ്റെ ടാഗാണ്. അത് ലഗേജ് നേരത്തെ. അങ്ങനെ ഞാൻ വന്നേക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ദുബായിയാണ്. അതായത് ഷാർജയിലാണ് ഞാനിപ്പോൾ ഇറങ്ങിയേക്കുന്നത്. എന്നെ വരവേൽക്കാനായിട്ട് ഇതിൻ്റെ 2 വാനരപ്പടകൾ എത്തിയിട്ടുണ്ട്. ഒന്ന് അനിമോൾ ആൻഡ് ആദർശേട്ടൻ. അങ്ങനെ സേഫായിട്ട് എൻ്റെ ഫസ്റ്റ് സോളോ ഇന്റർനാഷണൽ ട്രിപ്പ് അങ്ങനെ ആയിരിക്കുകയാണ്. കൊള്ളാം. വന്നിട്ട് ഇറങ്ങിയിട്ടൊന്നും ഒരു സുഖമില്ല അല്ലേ. ഇത് ഞാൻ വന്ന് ശരിക്കും ദുബായിലാണോ വന്ന് ഇറങ്ങിയത് പോലും എനിക്ക് തോന്നുന്നില്ലടേ. ആണോ?
എന്നാലും ചുമ്മാ പറഞ്ഞ ഗായ്സ് തോണ്ട് ആ വീട്ടിലൊക്കെ ഈന്തപ്പനാണ്. അത് വീടല്ലേ? അറബിയുടെ വില്ലേജ് കൊള്ളാം. ഇതിന്റെ ആദർശേട്ടൻ ഇതിന്റെ മോളിൽ ഇവിടെ പാലസാടിയത് വീടാണോ? ഗേറ്റ് അവിടെ ഇരിക്കുന്നുണ്ടോ? അത് കടന്നാലും ചെല്ലത്തില്ല. അങ്ങനത്തെ കമ്പനീസും ഉണ്ട്. അതിനകത്ത് ആൾക്കാരൊന്നും നിനക്ക് അഞ്ചാചേട്ടനെ ഹലോ ഗൈസ്, അങ്ങനെയാണെങ്കിൽ നമ്മളാണെങ്കിൽ ദുബായിൽ വന്നു. എൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് സോളോ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി കുറേ വ്ളോഗ്സൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ദുബായ് ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇനി നമ്മുടെ കേരളമല്ല ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്, ദുബായ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം പപ്പയും അതുപോലെ തന്നെ റിഷോണ്, റിനി, റിച്ച് പപ്പ, അതുപോലെ തന്നെ അനിമോൾ, ആദർശേട്ടൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ദുബായ് എത്തിയിരിപ്പുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കുട്ടി ഇൻ്റർനാഷണൽ ട്രിപ്പ് വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗ് കാണുന്നവരും ടാറ്റാ.